ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെസഹ അപ്പത്തിൻ്റെയും പെസഹ പാലിൻ്റെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. പെസഹ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണത്. 1/4 കപ്പ് ഉഴുന്നും ഇതിനാവശ്യമുണ്ട്. കപ്പോ ഗ്ലാസ്സോ എന്താണോ നമ്മൾ അളവിനെടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്ന് എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉഴുന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്ന് വറുക്കുമ്പോൾ അത് നന്നായി മൂത്ത് അതിൻ്റെ കളറെല്ലാം മാറി വരണം. ഉഴുന്ന് പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് ചെറിയ തരിയോടുകൂടെയാണ് അരച്ചെടുക്കേണ്ടത്. ഈ ജാറിലേക്ക് തന്നെ 2.5 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 6 ചെറിയ ഉള്ളിയും 3 ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോണ്ട. തേങ്ങയെല്ലാം 1/4 ഭാഗം അരഞ്ഞു കിട്ടിയാൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിനാണ് മാവ് അരച്ചെടുക്കേണ്ടത്. മാവ് ഒരുപാട് ലൂസും ആയി പോകരുത്, തേങ്ങ ഒരുപാട് അരഞ്ഞും പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉഴുന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ പുട്ടുപൊടിയുടെ തരി പോലെ കുറച്ച് തരിയോട് കൂടെയാണ് പൊടിച്ചെടുക്കേണ്ടത്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ചിലർ കുതിർത്ത് അരച്ച് ചേർക്കാറുണ്ട്. അതിനേക്കാളും നല്ലൊരു മണമാണ് വറുത്തെടുക്കുമ്പോൾ. ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്താണ് മിക്സ് ചെയ്തെടുത്തത്. ഒരുപാട് ലൂസായി പോകാതെ ഈ ഒരു കട്ടിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം ഈ മാവിനെ വെളിച്ചെണ്ണ പുരട്ടിയ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് നിരത്തി എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഞാനെടുത്ത പാത്രം അല്പം വലുപ്പം കൂടിയതായതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിൽ വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പാനിനകത്താണ് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ച് കൊടുക്കുന്നത്. വെള്ളം കൂടിപ്പോയാൽ വെള്ളം ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നവർ കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതിയാകും. ഏകദേശം 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടി. ഇത് അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. വെന്തിട്ടുണ്ടോ എന്ന് ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ മാവൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് വിടിയിച്ച് കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. സാധാരണ പെസഹ ദിവസത്തിലാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുരുത്തോല കൊണ്ട് കുരിശിൻ്റെ ഷേപ്പിൽ കുരുത്തോല കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. പെസഹ അപ്പം റെഡിയായിട്ടുണ്ട്. ഇനി പെസഹ പാലാണ് ഉണ്ടാക്കുന്നത്. 100 ഗ്രാം ശർക്കര തേങ്ങ പിഴിഞ്ഞ 3-ാം പാലിൽ അലിയിച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണിത്. ശർക്കര കാച്ചി അരിച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1.5 കപ്പ് 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാൽ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. മൊത്തം 2 കപ്പ് 2-ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ആവശ്യമുള്ളത്.
പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച അരക്കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് അരിപ്പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി കലക്കിയത് ഇതിൽ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി വരും. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടിയും, ജീരകം ചെറിയ ജീരകമാണ് വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഒരുപാടൊന്നും കൂട്ടി വെച്ചിട്ടില്ല, വളരെ കുറച്ചാണ് തീ വെച്ചിരിക്കുന്നത്. ഇത് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള 1-ാം പാൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല, ചൂടായി വന്നാൽ മതി. തിളച്ചു പോയാൽ ഇത് പിരിഞ്ഞു പോകും. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സായി ചൂടായി വന്നാൽ തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ പെസഹ അപ്പവും പെസഹ പാലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പെസഹ പാല് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.